മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആരാധനാ ക്രമവത്സരത്തിലെ ഒരു പുതിയ കാലത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ആഗമനകാലം അല്ലെങ്കിൽ മംഗളവാർത്താക്കാലം. വർഷത്തിലെ പുതിയ വർഷം പോലെ തന്നെ ഇത് ആരാധനാ ക്രമവത്സരത്തിലെ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. 9 കാലങ്ങളായി തിരിച്ചിട്ടുള്ള ആരാധനാ ക്രമവത്സരത്തിലെ പുതിയൊരു കാലത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുമായിട്ടാണ്. അപ്പോൾ മംഗളവാർത്താ കാലത്തിൻ്റെ പ്രത്യേകത തന്നെ 4 ആഴ്ചകളിലായിട്ട് നല്ല വാർത്തകൾ മനുഷ്യർക്ക് നൽകുന്ന കാലമാണ്. യേശുവിൻ്റെ ജനനത്തിനായിട്ടുള്ള ഒരുക്കത്തിലാണ് നാം എല്ലാവരും. 1-ാം തീയതി മുതൽ നമ്മൾ നോമ്പ് ആരംഭിക്കുകയാണ്. ഈശോയെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും സ്വീകരിക്കുവാൻ നമ്മൾ സജ്ജരാവുകയാണ്. യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിൻ്റെ ഇന്നത്തെ വായന 1-ാമത്തെ ആഴ്ചയിലും 2-ാമത്തെ ആഴ്ചയിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും 3-ാമത്തെ ആഴ്ചയിൽ യോഹന്നാൻ ജനിച്ചതിൻ്റെ സദ്വാർത്തയും 4-ാമത്തെ ആഴ്ചയിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പുമാണ് നമുക്ക് സുവിശേഷങ്ങളിൽ ഈ ആഴ്ചകളിൽ കാണാനായിട്ട് പറ്റുക. ഇങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ വാർത്തകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സന്തോഷം തരുന്ന വാർത്തകളുണ്ട്, ദുഃഖത്തിലേക്കോ സന്താപത്തിലേക്കോ വിഷമത്തിലേക്കോ നയിക്കുന്ന വാർത്തകളുണ്ട്. ഇത് വാർത്തകളുടെ മാത്രം പ്രശ്നമല്ല, കേൾക്കുന്ന വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും. നമുക്കറിയാം, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നല്ല വാർത്തയാണ്, സദ്വാർത്തയാണ്. ലോകത്തിനായിട്ടുള്ള രക്ഷകൻ ഭൂമിയിൽ വന്ന് പിറക്കുന്നു എന്നുള്ള വാർത്ത, അത് സ്വീകരിക്കുന്ന വ്യക്തികൾ ചിലർക്ക് സംശയം ഉണ്ടാകുന്നു, ചിലർക്ക് ആകുലതയുണ്ടാകുന്നു, ചിലർ സന്തോഷിക്കുന്നു. വാർത്തകൾ ചിലർക്ക് സംശയത്തിന് കാരണമാകുന്നു, ചിലർക്ക് ആകുലത ഉണ്ടാക്കുന്നു, ചിലർക്ക് സന്തോഷം നൽകുന്നു, ചിലർ അതിനെക്കുറിച്ച് വിഷമിക്കുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിച്ചപ്പോൾ, യേശു ജനിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാർ സന്തോഷത്തോടെ കുതിച്ചു ചാടി ബെത്ലഹേമിലേക്ക് ഈശോയെ കാണാനായിട്ട് വരുന്നു. മാലാഖമാർ സ്വർഗത്തിൽ നിന്നും ആകാശത്തിൽ ചിറകുകൾ വിരിച്ച് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന് ഏറ്റുപാടുന്നു. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും അഭിമാനത്തോടെയും തങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു എന്നുള്ള ആത്മനിർവൃതിയോടെയും യേശുവിനരികിൽ നിൽക്കുന്നു. പക്ഷേ ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ അസ്വസ്ഥതയും ആകുലതയും ദേഷ്യവും പകയുമെല്ലാം ഉടലെടുക്കുന്നു. ഇത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. ആരാണ് വാർത്ത കേൾക്കുന്നത്, എന്താണ് കേൾക്കുന്ന വ്യക്തിയുടെ മനോസ്ഥിതി എന്നനുസരിച്ച് വാർത്തകൾക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യാനുള്ള അവസരം കൂടിയാണ്. ഏതു വാർത്തയെയും സമചിത്തതയോടെ നേരിടുവാനായിട്ട് നമുക്കാകുന്നുണ്ടോ? കേൾക്കുന്നതിലെ നന്മ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും മറ്റുള്ളവരുടെ നന്മയിൽ നന്മകൾ ഉണ്ടാകുമ്പോൾ, ഐശ്വര്യമുണ്ടാകുമ്പോൾ അതിനെ ശരിയായിട്ട് സ്വീകരിക്കുവാനുള്ള ഒരു മാനസിക സ്ഥിതി നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതും ഒരുങ്ങേണ്ടതും ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ നാം മറ്റുള്ളവർക്ക് നല്ല വാർത്തകൾ ആയിത്തീരുവാനായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടം യാഥാർത്ഥ്യമല്ലാത്ത ഫേക്കായിട്ട് സൃഷ്ടിക്കുന്ന വാർത്തകൾക്ക് ചുറ്റും പരക്കം പായുന്ന മനുഷ്യരുടെ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വാർത്തകൾ പലപ്പോഴും സൃഷ്ടിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവരെ താറടിക്കാൻ, കുറ്റക്കാരനായിട്ട് വിധിക്കാൻ, പലതരത്തിലുമുള്ള ആരോപണങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ശരിയായ വാർത്തകളെ തിരിച്ചറിയാം. നമ്മൾ നൽകുന്ന വാർത്തകൾ, മറ്റുള്ളവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവരുടെ നന്മയ്ക്ക് ഉപകരിക്കുന്നതാണോ എന്ന് ചിന്തിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ സംസാരങ്ങളെ നിയന്ത്രിക്കുവാനും നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മൾ കാണുന്ന വായനയിൽ ഒരു പ്രധാന കഥാപാത്രമാണ് സക്കറിയ വാർത്ത കേട്ടപ്പോൾ അസ്വസ്ഥനായി. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ആകുലചിത്തനായി. അപ്പോൾ കർത്താവ് അവന് നൽകുന്ന ശിക്ഷയെന്ന് നമുക്ക് തോന്നുന്ന ഒരു പാഠമുണ്ട്.
ഒരു ജീവിത പാഠമാണ്. അവനെ നിശബ്ദനായിരിക്കുകയാണ്. ഏകദേശം 9 മാസത്തോളം അവൻ നിശബ്ദനായിരിക്കുന്നു. അതിനുശേഷം അവൻ വാ തുറക്കുന്നത് കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്ന് പറയാനാണ്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കരുണ കാണിച്ചിരിക്കുന്നു എന്നാണ്. നിശബ്ദനായിരിക്കുന്ന സക്കറിയ ദൈവത്തെ തിരിച്ചറിയുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് തിരിച്ചറിയുന്നു. അവൻ്റെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളെ ശരിയായ രീതിയിൽ അവൻ മനസ്സിലാക്കുന്നു. മനുഷ്യരിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ശക്തനായ മകനെ നൽകാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. പക്ഷെ ഇത് തിരിച്ചറിയാൻ സക്കറിയാക്ക് ആകുന്നില്ല. മൗനത്തിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളിലെ യഥാർത്ഥ കാരണങ്ങളെയും അതിൻ്റെ ഉള്ളിലേക്കും തിരിഞ്ഞു നോക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ധ്യാനം സന്യാസ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നത്. സന്യാസ ജീവിതത്തിൽ മാത്രമല്ല, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ധ്യാനം ആവശ്യമാണ്. ധ്യാനത്തിലൂടെ മാത്രമേ നമ്മുടെ ഉൾക്കാമ്പിലേക്ക് പ്രവേശിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ പല വഴിത്താരകളെക്കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കുവാനും മുൻപോട്ട് നാം എങ്ങനെ പോകണമെന്ന് നമുക്ക് പദ്ധതി തയ്യാറാക്കുവാനും സാധിക്കുകയുള്ളൂ. പലപ്പോഴും തിരക്കുകളിൽപ്പെട്ട് ശാന്തമായി ഒന്നിരിക്കാനോ ചിന്തിക്കാനോ ധ്യാനിക്കാനോ കഴിയാതെ ഒഴുക്കിനൊത്ത് ഇങ്ങനെ ഓളം മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ശാന്തമായിട്ട് ഒന്നിരിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞ് നോക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ശാന്തമായി ഇരിക്കുമ്പോൾ അടങ്ങാത്ത ഒരു കടലുമില്ല. ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ ഏതു പ്രതിസന്ധിയിലും ചില പച്ചത്തുരുത്തുകൾ കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്നതിന് മുൻപേ മറുപടി പറയുന്നവരും കേൾക്കാതെ തന്നെ പ്രതികരിക്കുന്നവരുമായി മാറുകയാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒന്ന് ശാന്തമായിട്ടിരുന്നാൽ, ഒന്ന് മൗനമായിട്ടിരുന്നാൽ നാം പലപ്പോഴും പലതും പറയില്ലായിരുന്നു. പല ബന്ധങ്ങളും തകർക്കപ്പെടുകയില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ നാം തെറ്റിദ്ധരിക്കപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ പറയുന്നതിന് മുമ്പ് 3 കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ ഈ പറയുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും നന്മയുണ്ടോ? 2, ഞാൻ ഈ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മയുണ്ടോ? ഞാൻ ഈ പറയുന്നത് കൊണ്ട് എനിക്കും കേൾക്കുന്നവനുമല്ലാതെ മറ്റാർക്കെങ്കിലും ആരെക്കുറിച്ച് പറയുന്നു അവർക്ക് എന്തെങ്കിലും നന്മയുണ്ടോ? ഈ 3 കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇതിലൊന്നുപോലും ഇല്ലെങ്കിൽ നാം ആ കാര്യം സംസാരിക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, നല്ല വാർത്തകൾ നമ്മൾ കേൾക്കട്ടെ, നല്ല വാർത്തകൾ നമ്മൾ പറയട്ടെ. ശാന്തമായിരുന്ന് മൗനമായിരുന്ന് ജീവിതത്തിൽ പ്രതികരിക്കാൻ നമുക്ക് പഠിക്കാം. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്നവരായിട്ട് മാറും. ഈശോ അനുഗ്രഹിക്കട്ടെ.